വെൽക്കം ടു മാഡ്സ് മാസ്റ്റർ ഡയറക്ടേഴ്സ് ഷോ. ഒരു ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പ്രത്യക്ഷപ്പെട്ടു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുടെ നഗ്നമായ കാലുകളിൽ ആവേശത്തോടെ ചുംബിക്കുന്നു. ഫുഡ് ഫെറ്റിഷിസത്തിന്റെ പീക്ക് ലെവലിലുള്ള പ്രകടനം പോലെ തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങൾ. മുഖം വ്യക്തമായപ്പോൾ ആളുകൾ ഞെട്ടി. ഒട്ടനവധി ബ്ലോക്ക് ബസ്റ്ററുകൾ ഇന്ത്യൻ സിനിമയ്ക്ക് സംഭാവന ചെയ്ത ദ ഗ്രേറ്റ് ഡയറക്ടർ രാം ഗോപാൽ വർമ്മ. സംഗതി വിവാദമായതോടെ രാം ഗോപാൽ വർമ്മയുടെ മറുപടി വന്നു. പുതിയതായി റിലീസ് ചെയ്യാൻ പോകുന്ന ഡേഞ്ചറസ് എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമാണത്. എന്നാൽ ആ വിശദീകരണത്തിന് വിശ്വാസ്യത ലഭിച്ചില്ല. കാരണം ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട അഷു റെഡ്ഡി എന്ന നടി ഡേഞ്ചറസ് എന്ന സിനിമയുടെ ഭാഗമേ അല്ലായിരുന്നു. അപ്സര റാണിയും നൈന ഗാംഗുലിയുമാണ് ഡേഞ്ചറസിലെ നായികമാർ. എന്നിരുന്നാൽ കൂടിയും ഒരു സംവിധായകൻ ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയിലൂടെ ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ യുക്തി ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ വിശ്വാസയോഗ്യമായ മറുപടികൾ ഉണ്ടായിരുന്നില്ല. രാം ഗോപാൽ വർമ്മയെ പോലൊരു സംവിധായകന് ഇതിന്റെ ആവശ്യമുണ്ടോ? ആളുകൾ ചോദിച്ചു. ആരാണ് രാം ഗോപാൽ വർമ്മ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ആരായിരുന്നു അദ്ദേഹം എന്ന് അന്വേഷിക്കുന്നതായിരിക്കും ഉചിതം. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പരിശോധിച്ചാൽ ചില സംവിധായകരെ വെറും സംവിധായകർ എന്ന് വിളിക്കാൻ കഴിയില്ല. അവർ ഒരു കാലഘട്ടത്തിന്റെ അടയാളങ്ങളായി മാറിയവരാണ്. സിനിമ എങ്ങനെയായിരിക്കണം, ക്യാമറ എവിടെ നിൽക്കണം, കഥ എങ്ങനെ പറയണം, നായകൻ എന്ന സങ്കല്പം എങ്ങനെ മാറ്റിമറിക്കണം എന്നൊക്കെ സ്വന്തം രീതിയിൽ നിർവചിച്ചവർ. ചിലർ സിനിമകളിലൂടെ പ്രേക്ഷകരെ രസിപ്പിച്ചു, ചിലർ സിനിമകളിലൂടെ സമൂഹത്തെ ചിന്തിപ്പിച്ചു. എന്നാൽ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് സിനിമയുടെ ഭാഷ തന്നെ മാറ്റിമറിച്ചത്. അത്തരത്തിലൊരാളായിരുന്നു രാം ഗോപാൽ വർമ്മ. എഞ്ചിനീയറിംഗ് പഠിച്ച ഒരു യുവാവ് സിനിമയോടുള്ള ഭ്രാന്തമായ ഇഷ്ടം മാത്രം കൈമുതലാക്കി ഹൈദരാബാദിലെ വീഡിയോ ലൈബ്രറികളിൽ അലഞ്ഞു നടന്നിരുന്ന ആ യുവാവ് ഒരു ദിവസം സംവിധായകനാകണമെന്ന് തീരുമാനിച്ചു. ആ തീരുമാനം പിന്നീട് ഇന്ത്യൻ സിനിമയുടെ ദിശ തന്നെ മാറ്റിമറിച്ചു. ആദ്യമായി വന്നത് ശിവ. ഒരു കോളേജ് ക്യാമ്പസിലെ രാഷ്ട്രീയം പറഞ്ഞ ആ ചിത്രം വെറും ഹിറ്റ് മാത്രമല്ലായിരുന്നു, ഇന്ത്യൻ സിനിമയിലെ ക്യാമറയുടെ ചലനവും ആക്ഷൻ രംഗങ്ങളുടെ അവതരണവും പുതുക്കി നിർവചിച്ചു. ശിവ വിജയിച്ചതോടെ ഒരു പുതിയ സംവിധായകൻ ജനിച്ചുവെന്ന് സിനിമാ ലോകം തിരിച്ചറിഞ്ഞു. പിന്നീട് ക്ഷണക്ഷണം, റാറ്റ്, ദ്രോഹി തുടങ്ങിയ ചിത്രങ്ങളിലൂടെ വ്യത്യസ്തമായ കഥ പറച്ചിലിന്റെ ശക്തി അദ്ദേഹം തെളിയിച്ചു. അതിനുശേഷം വന്നത് രംഗീല. ബാലതാരമായി വന്ന് ബോളിവുഡിൽ 3-4 സിനിമകളിൽ നായികയായി അഭിനയിച്ച് വിജയ ചിത്രങ്ങളില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ഊർമിള മണ്ടോദ്കർ എന്ന യുവനടി രംഗീല എന്ന സിനിമയിൽ സിനിമാ നടിയാകാൻ മോഹിക്കുന്ന ഒരു മധ്യവർഗ കുടുംബത്തിലെ പെൺകുട്ടിയായ മിലിയുടെ വേഷമണിഞ്ഞു. മുംബൈയുടെ സ്വപ്നങ്ങളും പ്രണയവും സംഗീതവും ചേർന്ന ചിത്രം രാജ്യമെമ്പാടും തരംഗമായി. രാം ഗോപാൽ വർമ്മ എന്ന പേര് ഒരു സംവിധായകന്റെ പേരല്ല, ഒരു ബ്രാൻഡായി മാറുകയായിരുന്നു. തുടർന്ന് സത്യ എത്തി. മുംബൈ അധോലോകത്തെ ഇത്രയും യാഥാർത്ഥ്യത്തോടെ ഇന്ത്യൻ സിനിമ മുമ്പ് കണ്ടിരുന്നില്ല. ഗ്യാങ്സ്റ്റർ സിനിമകളുടെ പുതിയ അധ്യായം ഇവിടെ ആരംഭിച്ചു. അതിന് പിന്നാലെ ഖൂൻ, മസ്ത്, കമ്പനി, റോഡ്, ഭൂത്. ഓരോ സിനിമയും ഓരോ പരീക്ഷണമായിരുന്നു. ഓരോ പരീക്ഷണവും വിജയമായി മാറി. സിനിമാ നിരൂപകരും പ്രേക്ഷകരും ഒരുപോലെ അദ്ദേഹത്തെ ആഘോഷിച്ചു. പിന്നീട് സർക്കാർ എത്തി. അധികാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കഥ പറഞ്ഞ ആ ചിത്രം വീണ്ടും അദ്ദേഹത്തിന്റെ പ്രതിഭയെ തെളിയിച്ചു. ഒരു കാലത്ത് രാം ഗോപാൽ വർമ്മ എന്ത് സിനിമയെടുത്താലും അത് ശ്രദ്ധിക്കപ്പെടുന്ന അവസ്ഥയായിരുന്നു. എന്നാൽ എല്ലാ ഉയർച്ചകൾക്കും ശേഷം ഒരു വഴിത്തിരിവ് വരാറുണ്ട്. വിജയങ്ങളുടെ തുടർച്ചയ്ക്കിടയിൽ അദ്ദേഹം കൂടുതൽ പരീക്ഷണങ്ങളിലേക്ക് നീങ്ങി. പക്ഷെ ആ പരീക്ഷണങ്ങൾ പ്രേക്ഷകരിൽ നിന്ന് അകന്നു തുടങ്ങുകയായിരുന്നു. ആഗ് വന്നു. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പരാജയങ്ങളിൽ ഒന്നായി അത് മാറി. ഒരിക്കൽ പ്രശംസകളാൽ മൂടപ്പെട്ടിരുന്ന സംവിധായകനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നു. പിന്നീട് നിഷദ്, ധർണ സെരൂരിഹെ, കോൺട്രാക്ട്, ഡിപ്പാർട്ട്മെന്റ്, സത്യ 2, ഡി കമ്പനി, ലഡ്കി തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ വന്നു. ചില ചിത്രങ്ങൾക്ക് ചെറിയ ശ്രദ്ധ ലഭിച്ചെങ്കിലും പഴയ കാലത്തെ ആ മിന്നൽ തിരിച്ചു വന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഒരുപക്ഷെ വിജയങ്ങൾ നൽകിയ ആത്മവിശ്വാസം അമിത ആത്മവിശ്വാസമായി മാറിയിരിക്കാം. ഒരുപക്ഷെ പ്രേക്ഷകരുടെ മനസ്സ് മാറുമ്പോൾ അദ്ദേഹം തന്റെ സിനിമകളെ അതിനനുസരിച്ച് മാറ്റാൻ തയ്യാറായിരുന്നില്ല. ഒരുപക്ഷെ ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ശക്തിയായിരുന്ന പരീക്ഷണങ്ങൾ പിന്നീട് അദ്ദേഹത്തിന്റെ ദൗർബല്യമായി മാറിയിരിക്കാം. എന്നാൽ ഒരു കാര്യം നിഷേധിക്കാനാവില്ല, ശിവ, രംഗീല, സത്യ, കമ്പനി, ഭൂത്, സർക്കാർ എന്നീ ചിത്രങ്ങൾ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എന്നും നിലനിൽക്കും. കാരണം രാം ഗോപാൽ വർമ്മ വെറും സിനിമകൾ എടുത്ത സംവിധായകനല്ല, ഇന്ത്യൻ സിനിമയ്ക്ക് പുതിയ ദൃശ്യഭാഷ സമ്മാനിച്ച ഒരു വിപ്ലവകാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ കഥ വിജയങ്ങളുടെ മാത്രം കഥയല്ല, അതൊരു പ്രതിഭ എങ്ങനെ ആകാശത്തോളം ഉയർന്നു, പിന്നെ അതേ വേഗത്തിൽ താഴേക്ക് വീണു, എന്നിട്ടും ചരിത്രത്തിൽ തന്റെ പേര് മായാതെ സൂക്ഷിച്ചു വെച്ച കഥയാണ്. ഒരു സംവിധായകന്റെ കഥയല്ല ഇത്, പ്രതിഭയുടെയും അഹങ്കാരത്തിന്റെയും പരീക്ഷണങ്ങളുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും സിനിമാറ്റിക് യാത്രയാണ് രാം ഗോപാൽ വർമ്മയുടെ കഥ.